അസ്സലാമലൈക്കും. ഹലോ മസാല ബ്യൂട്ടിഫുൾ പീപ്പിൾ, എന്നുള്ള വിശേഷങ്ങൾ? എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. സേഫായിട്ടൊക്കെ ഇരിക്കും. പിന്നെ ഞങ്ങളുടെ പെരുന്നാൾ എല്ലാവരും വീട്ടിൽ അത്ര വർഷത്തിൽ ആഘോഷം വിചാരിക്കുന്നു അല്ലേ? കാരണം ഒരുപാട് ആഘോഷിക്കാൻ പറ്റില്ല, കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയാലും. എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കും. അപ്പോൾ പെരുന്നാൾ ഞാൻ ഒരു അടിപൊളി 7 കിലോ ബീഫ് ബിരിയാണി ആക്കിയിട്ടുണ്ട്. അവിടെ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, കാണാം. ഇഷ്ടപ്പെട്ടാൽ തിരിച്ച് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിനെ വരാൻ ചിക്കൻ ചുക്ക. ഇതൊരു തമിഴ്നാടൻ ഡിഷാണ്. സംഭവം ഒരു ഇടിയോട്ട് ഐറ്റാണ്, നല്ലൊരു റോസ്റ്റാണ്. നമ്മളെ പൊറോട്ടക്കോ അല്ലെങ്കിൽ എന്താ പറയുക ചപ്പാത്തിക്കോ കൂട്ടാൻ പറ്റുന്ന ഒരു ഇടിപൊടി ചിക്കൻ റോസ്റ്റാണ് സാധനം. അപ്പോൾ കാണാൻ നോക്കിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആകെ കുറച്ച് ഐറ്റംസ് ഉള്ളൂ അല്ലേ? ഇത്രയുള്ള സാധനങ്ങൾ. അപ്പോൾ ആകെ നോക്കിയ സവാളയും പിന്നെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ അടുക്കള കയറി അങ്ങോട്ട് പൊളിച്ചടക്കിയാൽ? അപ്പോൾ ആദ്യം നമുക്ക് നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ എടുക്കാം കേട്ടോ. അതിലോട്ട് നമുക്ക് മൂപ്പിക്കേണ്ടതായിട്ടുള്ള മല്ലിയുടെ സീഡ്സ് ഉണ്ടല്ലോ, കുറച്ച് മല്ലി സീഡ്സ് ഇങ്ങനെ ഇടാം. അതിനുശേഷം സ്പൈസസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ നല്ല നമ്മൾ ഏലക്കായയും കറുവപ്പട്ടയും ഗ്രാമ്പൂ ഇതൊക്കെ നല്ല സ്പൈസസ് ആണ് അല്ലേ? ശരിക്കും നല്ല അടിപൊളി ഫ്ലേവർ ചെയ്യുന്ന സ്പൈസസ് ആണ് ഇതൊക്കെ. അപ്പോൾ അത് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എരിവിന് വേണ്ടി കുറച്ച് വറ്റൽമുളക് ആഡ് ചെയ്യാം. വറ്റൽമുളക് വേണമെങ്കിൽ പൊട്ടിച്ചിട്ട് ഇടാം. ഞാൻ ജസ്റ്റ് ഡയറക്റ്റാണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതിനൊപ്പം കുരുമുളക് കൂടെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ചിട്ട് ആഡ് ചെയ്യും. ഞാൻ അടുത്തത് എന്താ വെച്ചാൽ ജീരകം ഉണ്ടല്ലോ, അതായത് നമ്മളെ നല്ല ജീരകം, അതിന് നമ്മൾ ഈ ഇറച്ചിക്കൊക്കെ ഇടുന്ന ബീഫിനൊക്കെ പ്രത്യേകിച്ച് ഇടുന്ന ജീരകം, അതന്നെ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ആഡ് ചെയ്യേണ്ടത് പെരുംജീരകമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പെരുംജീരകം നമ്മൾ പച്ചക്കറിക്കൊക്കെ ഇടുന്നത് അത് തന്നെ, പെരുംജീരകം ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന കുരുമുളകാണ്. അതായത് എരിവുക്ക് ഞാൻ പറഞ്ഞില്ല, ആകെപ്പാട് ഇതൊക്കെ നമ്മൾ എരിവിനായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ, വേറെ പച്ചമുളക് ഒന്നും ഇടൂല കേട്ടോ. കുരുമുളക് ഇതൊക്കെ ശരിക്കും നനഞ്ഞായിട്ടിരിക്കുന്നത്, കാരണം ഒക്കെ വാഷ്ഡ് ആണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത് മൂപ്പിച്ചെടുക്കുമ്പോൾ എല്ലാം പോയി സെറ്റാവും. ഇതാ നല്ലോണം മൂപ്പിച്ചെടുക്കുക. പക്ഷേ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞതിന് മൂപ്പിക്കുന്നുള്ളത്, ഇപ്പോൾ ഞാൻ നിങ്ങൾ തുടക്കത്തിലെല്ലാം ഇടുന്ന് കണ്ടല്ലോ. പിന്നെ ട്രിക്ക് ഇത്രേ ഉള്ളൂ, നിങ്ങളെല്ലാം റെഡി ആയിട്ട് സ്റ്റവ് ഓണാക്കിയാൽ മതി. ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ എന്നിട്ട് അറിയോ, പലതും പല മൂപ്പായി പോകും, ചിലത് കൂടും ചിലത് കുറയും. അപ്പോൾ അത് ഉണ്ടാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നോർമൽ ഐറ്റം ചട്ടി വെച്ചതിന് ശേഷം എല്ലാം ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നോക്കിയാൽ നല്ല കളറല്ലേ കാണാൻ, എന്താല്ലേ? ഓഹ്, ആ മണമൊക്കെ ഉണ്ടല്ലോ, മൂത്തിട്ട് സൂപ്പർ മണമാണ് കേട്ടോ. മൂപ്പിച്ച് വന്നിട്ട് ഒരു രക്ഷയില്ല. ഇനി ഇതെന്ത് ചെയ്യാം, ഒന്നും തണുക്കാൻ വെക്കാം. അതിനിടയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ സവാള ഉണ്ടല്ലോ ഒന്ന് വറുത്തെടുക്കുക. വറുത്തല്ല കേട്ടോ, സെറ്റിൽ പോയി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ 3 സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 സവാള ഒന്ന് വഴറ്റി നല്ലൊരു എന്താ വഴന്നാൽ മതി, ഒരുപാട് അങ്ങനെ മുരിക്കണ്ട. കാരണം നമ്മൾ എന്തായാലും ചിക്കനൊക്കെ ഇട്ട് മുരിച്ചെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് വഴന്നിട്ടാൽ മതി, നല്ലോണം ഇളക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ മസാലപ്പൊടിയൊക്കെ ഞാൻ ഒന്ന് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം തണുത്തിട്ട് വേണം ഒന്ന് നമ്മൾ സെറ്റാക്കണമെങ്കിൽ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ മിക്സിയും ഒരുപാട് ചൂടായി ഇടങ്ങേറാണ്, പിന്നെ കയ്യും പൊള്ളും. അല്ലെങ്കിൽ നല്ലോണം തണുത്തിട്ട് വെക്കുകയാണെങ്കിൽ നൈസായിരിക്കും. അപ്പോൾ ആ സവാളൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നമ്മളുടെ മസാലകളുണ്ടല്ലോ, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് സംഭവം? നൈസല്ലേ? ഇതൊന്ന് പൊടിച്ചെടുക്കാം അല്ലേ? ഇതാ പൊടിച്ച് റെഡി ആയിട്ടുണ്ട് സാധനം. ഇത്തിരി തരിയൊക്കെ ഉണ്ടത് കുഴപ്പമൊന്നുമില്ല, കടിക്കുമ്പോൾ രസമായിരിക്കും ചിക്കൻ ഇടുമ്പോൾ. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. വെളുത്തുള്ളി ഞാനൊരു വലുതാണ് ഇവിടുത്തെ വെളുത്തുള്ളി, അതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ എനിക്ക് 3 എടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഉള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഫ്ലേവർ ആയിരുന്നു, വേറെ സാധനം ഇടുന്നുള്ളൂ. ഈ കാണുന്ന സ്പൈസും ഈ കാണുന്ന ഇഞ്ചി വെളുത്തുള്ളിയുള്ളൂ ശരിക്കും പറഞ്ഞ മെയിൻ. തക്കാളി ഇല്ല, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒന്നതായി ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നാൽ മതി. അത് ജസ്റ്റ് ആ ഒരു എന്താ പറയുക പച്ചപ്പ് മാറി ആ ഒരു നല്ലൊരു സ്മെല്ല് വരില്ലേ, അതുവരെ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക് അങ്ങോട്ട്. ആ സാധനമൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്യുക. ചിക്കൻ്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നല്ല ചെറുതാക്കി അരിയാണെങ്കിലില്ല, ചിക്കനിൽ വേഗം മസാലയും മേടിക്കും, ചിക്കൻ വേഗം വേവും. കാരണം റോസ്റ്റ് ഉണ്ടാക്കുന്ന കുഴപ്പം എന്താ വെച്ചാൽ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ പറ്റില്ല. പിന്നെ വെറ്റിച്ച് നമ്മൾ വെറുതെ ഗ്യാസും തീരും, നമുക്ക് ഇടങ്ങിയവരാണ്. അതിലും നല്ലതെന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് വെറ്റിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം ആയി കിട്ടുകയും ചെയ്യും, നല്ല മസാല പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇനി ഇതാ നല്ലോണം ഇളക്കി കൊടുക്കാം. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളിടാം. ഞാൻ തോന്നുന്നു തുടക്കത്തിൽ പൊടി ഇടാത്ത വെച്ചാൽ നമ്മൾ ചിക്കനിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയാണ് ഇടാത്തത്, അതുകൊണ്ടാണ്. ഇനി അടുത്ത് മഞ്ഞളാണ് കേട്ടോ. മഞ്ഞൾ ഞാൻ ഇടുന്നത് ഒരു 1/4 ടീസ്പൂണാണ്.
അതിൻ്റെ ആവശ്യമുള്ളൂ, 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് ഇട്ട് എന്താ പറയുക മഞ്ഞളുടെ ഫ്ലേവർ അങ്ങനെ സ്ട്രോങ് ആക്കേണ്ട വെച്ചിട്ടാണ്. നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ മസാലപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. മസാലപ്പൊടി ഒറ്റ ഇതിലിടാണ്ട് നിങ്ങൾ മാക്സിമം സ്പ്രെഡ് ചെയ്തിടണം. കാരണം വെച്ചാൽ നമ്മൾ വെള്ളമൊന്നും അതിന് തുടക്കത്തിൽ ഒഴിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുള്ളൂ. അപ്പോൾ അതുവരെ മസാല നല്ലോണം പിടിക്കണമെങ്കിൽ അത്യാവശ്യം ഏരിയയിൽ സ്പ്രെഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഒരു കുന്നു പോലെ ഇടുമ്പോൾ എന്താ വെച്ചാൽ ഇളക്കാനും പാടാവും. ഇതിപ്പോൾ നോക്കിയാൽ ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഇളക്കി വരുമ്പോൾ നല്ല ഈവൻലി മസാല എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നല്ലോണം നമുക്കിതൊന്ന് മിക്സാക്കി മസാലയൊക്കെ നല്ലോണം സ്പ്രെഡാക്കാം. ഇപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്സാക്കുന്നത് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. വെള്ളം ഒഴിക്കാനായിട്ടുണ്ട്. അത്യാവശ്യത്തിന് വെച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പുകയൊക്കെ വന്നിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ മസാലയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയും മെയിൻലി മസാലയുടെയാണ് ഉണ്ട്. കാരണം മസാല നമ്മൾ മൂപ്പിച്ച് വെച്ചുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ട്. ഇനി നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ട് ഇനി വേറെ പരിപാടി ഒന്നുമില്ല. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞ സംഭവം. ഇനി വേവണം. അതിന് വേണ്ടി എന്താ പറയുക, അങ്ങനെ അടപ്പച്ച് ഒന്ന് മൂടി വെച്ചിട്ട് ശേഷം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം റെഡിയാവും. ഓക്കെ, അപ്പോൾ ഒരു 20 മിനിറ്റ് നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. മാഷാ അല്ലാ, എന്താ അല്ലേ കളറും സ്മെല്ലും. ഒരു രക്ഷയില്ല, പൊളി സാധനം തന്നെ. ഇനി അങ്ങോട്ട് ഇളക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് വെറ്റിയാൽ മതി. കാരണം കുറച്ച് വെള്ളം ഉണ്ടല്ലോ, വാട്ടർ ക്വാണ്ടിറ്റി ഒന്ന് പോകുന്നവരെ ഒന്ന് വറ്റണം. അതിന് വേണ്ടി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നോക്കി എങ്ങനെയുണ്ട്, വെള്ളം വരുന്നുണ്ട് വായിൽ. നല്ല കുരുമുളകും നല്ല മല്ലിപ്പൊടിയും ഓക്കെ സെറ്റ് സാധനം അല്ലേ. ഒരു രക്ഷയില്ല, നല്ലോണം വെന്തിട്ടുണ്ട്. പൊറോട്ട ഒക്കെ ഉണ്ട് കയറി മുക്കിയാണ്ടില്ല. പൊളിക്കും അങ്ങോട്ട്. സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാൻ അടുത്തൊരു അടി സ്റ്റൗ അങ്ങോട്ട് ഓഫാക്കിയിട്ട് നേരെ ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ കിടുക്കുമായിരുന്നു അല്ലേ. ആ കളറും പിന്നെ എന്താ പറയുക നല്ല മസാല വറുത്തപ്പോഴല്ലോ. ആ മസാല നോക്കുമ്പോൾ നല്ല മണമായിരുന്നു. അത് ആ ചിക്കൻ ഡിപ്പുണ്ട് സൂപ്പറായി. എന്തെങ്കിലും ടേസ്റ്റ് അടിപൊളിയായിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്ക് എങ്ങനെ നോക്കാം കേട്ടോ. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഒന്നും ഉണ്ടല്ല, ഇത് സംഭവം നാടനാണല്ലോ. ഇപ്പോൾ വെളിച്ചെണ്ണ കണ്ടതൊക്കെ ആഡ് കണ്ടിട്ടുണ്ടാവും. ഇതിനകത്ത് വേറെ സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. എന്നാൽ കിടുക്കനായനെ ഒന്നല്ല കറിവേപ്പില. അതെ, ഏത് ഡിഷിന് നന്നായിട്ട് ഫ്ലേവർ എൻഹാൻസിങ് കറിവേപ്പില. അപ്പോൾ ഇതിനകത്ത് കറിവേപ്പില കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ് ഇടണം. ലാസ്റ്റ് കറിവേപ്പില ഇടണം കേട്ടോ. നമുക്ക് ടേസ്റ്റ് എങ്ങനെ നോക്കാം. മാഷാ അല്ലാ, നല്ല മണം വരുന്നുണ്ട്. സാധാ ചിക്കൻ കറിയുടെ മണമൊന്നുമില്ലല്ല, ഇത് വേറൊരു അടിപൊളി മണം തന്നെ. ഫ്രണ്ട്സ് സാധനം കാണാൻ പറ്റുന്ന വിചാരിക്കും. എങ്ങനെയുണ്ട് അല്ലേ, കിടിക്കിച്ചിട്ടില്ലേ, നോക്കിയേ പൊളി അല്ലേ. ഒരു അടിപൊളി സംഭവം, നല്ല നാടൻ റെസിപ്പിയാണ്. ഇതാ നമുക്ക് അടുത്തേക്ക് ആക്കി നല്ല നാടൻ സ്റ്റൈലിൽ തന്നെ തിന്നാന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം മസാല കൊണ്ട് നോക്കാം. സൂപ്പർ ഫ്ലേവർ പറയുകയാണെങ്കിൽ മല്ലി മുതിർന്ന് നല്ല അടിപൊളി മണമായിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ചും കൂടി നല്ല മണം എനിക്ക് കിട്ടിയിരിക്കുന്നത് മറ്റേ കറുവപ്പട്ടയില്ലേ, കറുവപ്പട്ട അതിൻ്റെ ഫ്ലേവർ നല്ലോണം വരുന്നുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ ആ ഒരു സ്പൈസിനെസ്സും, കാരണം പച്ചമുളക് ഇട്ടിട്ടില്ല, ആകെ വെറ്റൽമുളകിൽ ഇട്ടിട്ടുള്ളൂ, കാരണം മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല. മൊത്തത്തിൽ നല്ല അടിപൊളി മണമുണ്ട്. കുറച്ചും കൂടി വേപ്പിലുണ്ടെന്ന് കണ്ടില്ല, സംഭവം കിടിക്കാനെ. വേപ്പില്ലാത്തതുകൊണ്ട് എന്താ പറയുക ആ ഒരു പഞ്ച് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ സംഭവം സൂപ്പറാണ്. ഇനി ചിക്കൻ്റെ ആ ഒരു എന്താ പറയുക ഫ്ലേവറും കൂടി ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് പറയാം. നല്ലൊരു ബോണസ് പീസ് ഇട്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ചിക്കൻ സൂപ്പറായി വന്നിട്ടുണ്ട്. കാരണം അടച്ചു വെച്ചുകൊണ്ട് പിന്നെ ചിക്കൻ ആയതുകൊണ്ടും അറിയാമല്ല, അത് വേഗം വേവും. അതുകൊണ്ട് ചിക്കൻ വന്നിട്ടുണ്ട്. ഫ്ലേവർ ആണെങ്കിൽ നല്ല ഫ്ലേവറാണ്. നല്ല എന്താ പറയുക, നമ്മൾ ചിക്കൻ പറഞ്ഞാൽ ചപ്പാത്തിയോ പൊറോട്ടയോ ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. പൂരി ഉണ്ടെങ്കിൽ പൂരി നല്ല കോമ്പിനേഷൻ ആയിരിക്കും. റൈസ് നമ്മൾ കൂട്ടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഗ്രേവി വേണം. പക്ഷെ നമ്മൾ ഗ്രേവി മാക്സിമം ചുരുക്കിയിരിക്കണം, കാരണം ഇത് റോസ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ റൈസാണ് കുറച്ചും കൂടി ഗ്രേവി ഉണ്ടെങ്കിൽ റൈസിനൊപ്പം നന്നായിട്ട് കൂട്ടാം. എന്താ സംഭവം ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ചിക്കൻ ചുക്ക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതുപോലെ ടിക്കാച്ച് റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോ വരെയായിരിക്കും. അന്ന് നിങ്ങൾക്ക് മിസ്സാണ്ടിരിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളെപ്പോലെ തന്നെ പല ആൾക്കാർക്കും ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവർക്കും എത്തിക്കുക. ഹാവ് ഫൺ കുക്കിംഗ്.